ലൈവിനകത്ത് ശൈത്യ അനുവിൻ്റെ അടുത്തിരുന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന ശൈത്യയൊക്കെ നമ്മൾ കണ്ടതാണ്. ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു, എല്ലാവരും വരുന്നു, പിടിച്ചു മാറ്റുന്നു. അപ്പം ഇതിനു മുമ്പ് ഈ ഒരു വിഷയം സോൾവ് ചെയ്തതാണ്. ബിഗ് ബോസ് ഇവരെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ച് ഈ ഒരു വിഷയം സോൾവ് ചെയ്തതാണ്. ഇവരെല്ലാം കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു, പഴയ കാര്യങ്ങളൊക്കെ മറന്നു. അപ്പം ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വീണ്ടും ഇവർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടും ഒരുപാട് നേരം സംസാരിക്കുന്നു. ശൈത്യ കുറേ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. നീ എൻ്റെ ലൈഫ് വെച്ചാണ് കളിച്ചത്, നീ എൻ്റെ ലൈഫ് നശിപ്പിച്ചു. അനുവിൻ്റെ അടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണിത്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി, അച്ഛനും അമ്മയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി, നീ കാരണം നാണം കെട്ടു, ഞാനൊരു ഡ്രോമയിലായിരുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ശൈത്യ പറയുന്നുണ്ട്. ശൈത്യ പറയുന്നുണ്ട് നീ എൻ്റെ ലൈഫ് വെച്ചാണ് കളിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പം തിരിച്ചൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അനുവിൻ്റെ ലൈഫ് വെച്ച് കളിച്ച് ഇപ്പം എന്തായാലും ഈ അനുവിൻ്റെ അത്രയും പുറത്ത് ഡീഗ്രേഡിങ്ങും ബുള്ളിങ്ങും എന്തായാലും അത്രയൊന്നും ഈ ശൈത്യ ആയിക്കോട്ടെ, അതുപോലെ ഈ ബിൻസി ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ, ഇവരാരും അത്രയും ഒരു ഡീഗ്രേഡിംഗ് ഒന്നും ഏറ്റു വാങ്ങിയിട്ടുമില്ല, വാങ്ങാനും പോണില്ല. അപ്പം ഇവിടെ ശൈത്യ ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ, ബിൻസി ആയിക്കോട്ടെ, ഇവർ 3 പേരും അകത്ത് കയറിയിട്ട് ഇവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനു എൻ്റെ ജീവിതം തകർത്തു, അനു കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, എൻ്റെ അച്ഛനും അമ്മയും വിഷമത്തിലാണ്, സങ്കടത്തിലാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പാനിയും പറയുന്നുണ്ട്, അതുപോലെ ബിൻസിയും പറയുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ശൈത്യയും പറയുന്നുണ്ട്. അപ്പം ഇത് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇവർ കാരണം അനു എന്തൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ബുള്ളിങ്ങുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഡീഗ്രേഡിങ് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇപ്പോഴും നെഗറ്റീവ് കമൻസുകൾ വന്ന് കിടക്കുന്നത് അനുവിനായിരിക്കും. അനുവിനെ എന്തൊക്കെ പേരുകളാണ് വിളിക്കുന്നത് അല്ലേ, കുണുമോളെന്നും അതുപോലെ കമ്പിമോളെന്നും അങ്ങനെ ഒരുപാട് വേണ്ടാത്ത തരത്തിലുള്ള പേരുകളാണ് ഓരോ അക്കൗണ്ടുകൾ ഡെയിലി ഓരോ പുതിയ അക്കൗണ്ടുകൾ ഇൻസ്റ്റഗ്രാമിൽ ക്രിയേറ്റ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് കിടക്കുന്നത്. അല്ല അത്രയും മാത്രമൊന്നും ഇവിടെ ശൈത്യയ്ക്കും സംഭവിച്ചിട്ടില്ല, ബിൻസിക്കും സംഭവിച്ചിട്ടില്ല, അപ്പാനിക്കും സംഭവിച്ചിട്ടില്ല. ഇനി അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവിടെ അനുവിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല അല്ലേ. ഇവിടെ ശൈത്യ അനുവിനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ആ ലൈവ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. കാരണം നീ കട്ടപ്പയെന്ന് എന്തിനു വിളിച്ചു, നീ കട്ടപ്പയെന്ന് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ കട്ടപ്പയല്ലെന്ന് ജനങ്ങളുടെ മുമ്പിൽ നീ പറയണം എന്നൊക്കെ ഉള്ളൊരു വിചാരത്തിലാണ് ശൈത്യ ഇവിടെ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അനു അങ്ങനെ പറഞ്ഞെന്നിരുന്നാൽ തന്നെ ജനങ്ങൾ ഇത് കണ്ട ജനങ്ങൾ ഇത് വിടത്തില്ല, ഇത് മറക്കത്തില്ല. ഏഷ്യനെറ്റ് തന്നെയാണ് ഈ ഒരു ശൈത്യയുടെ ഇതൊക്കെ കട്ടപ്പയായിട്ട് ഏഷ്യനെറ്റും അത് വീഡിയോ ആയിട്ട് വെളിയിൽ വിട്ടല്ലോ അല്ലേ. ശൈത്യ എവിക്റ്റായി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏഷ്യനെറ്റിൻ്റെ ഇതിൻ്റെ കമൻറ്റിൻ്റെ വീഡിയോയുടെ അടിയിലാണ് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വന്നിട്ടുള്ളത്. അല്ലാതെ ഇവിടെ അനു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളായിക്കോട്ടെ, ഇവരെക്കാളും ഒക്കെ മുമ്പേ തന്നെ ഏഷ്യനെറ്റ് ഇത് പുറത്തുവിട്ട കാര്യമാണ് ഈ ശൈത്യ കട്ടപ്പയെന്നുള്ളത് അല്ലേ. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഓഡിയൻസ് ഉണ്ട്. അവർ ഈ പറയുന്ന പോലെ അവർ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഇനി വെളുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാലും അത് നടക്കത്തില്ല. കാരണം ഇവിടെ ഇപ്പം ശൈത്യയും അതുപോലെ അപ്പാനിയും അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കാരണം നീ കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല, എൻ്റെ ലൈഫ് തകർന്നു, അത്രയ്ക്കും ഞാൻ വിഷമത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ അനുവിന് ലൈഫില്ലേ, ആ കൊച്ചിന് വെളിയിൽ ലൈഫില്ല, ആ കൊച്ചിന് ഫാമിലി ഇല്ല, അവർക്ക് അതിന് അച്ഛനും അമ്മയും ഇല്ല. ഇപ്പം അനുവിനെതിരെ നടന്ന ഈ ഡീഗ്രേഡിങ്ങും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അനു അപ്പം എന്തോ പറയണം, പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം അനു അപ്പം എന്തോ പറയണം. ഇവിടെ ശൈത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിൻസി ആയിക്കോട്ടെ, ഇവരെ വിഷയങ്ങളിലൊന്നും അനു ഇടപെട്ടിട്ടില്ല. ശൈത്യ കട്ടപ്പയെന്ന് അനു പറഞ്ഞിട്ടില്ല. പുറത്തുനിന്ന് കയറി വന്ന വൈൽഡ് കാർഡ്സ് പറയുന്ന കേട്ടാണ് അനു അത് അറിഞ്ഞത് തന്നെ അല്ലേ. ഇവിടെ ശൈത്യ കട്ടപ്പയല്ലെന്ന് അനുവിനെ കൊണ്ട് പറയിപ്പിച്ചാൽ തന്നെ ഇത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ ഇല്ല. കാരണം ഇത് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. കാരണം നിങ്ങൾ അവിടെ പോയി ഗെയിം കളിക്കാൻ കയറിപ്പോയാൽ നിങ്ങൾ അവിടെ എങ്ങനെ നിൽക്കണമെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്. ഇവിടെ പോസിറ്റീവായിട്ട് കയറി പോയി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവായിട്ട് പോകുന്നവർ പോസിറ്റീവായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതാണ് ബിഗ് ബോസ് ഷോ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് അല്ലേ നിങ്ങൾ അതിനകത്തോട്ട് പോയിട്ടുള്ളത്. അപ്പം ഇവിടെ ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ഈ ഒരു വിഷയം ബിൻസിയും പറയുന്നുണ്ട്, അപ്പാനിയും പറയുന്നുണ്ട്. കാരണം
അവർ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി, എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്, അച്ഛനും അമ്മയും ഭയങ്കര സങ്കടത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് ആരാണ്? അനുവാണോ ഇതെടുത്ത് വെളിയിലോട്ടിട്ടത്? ഈ ബിൻസിയുടെയും അപ്പാനിയുടെയും ഇഷ്യൂ ആരാണ് എടുത്ത് വെളിയിലോട്ടിട്ടത്? മറ്റുള്ള കണ്ടസ്റ്റൻസ് അവിടെ ചർച്ച ചെയ്തതാണ് ഈ ഒരു വിഷയം അല്ലേ? ഇതൊക്കെ ലൈവിലെല്ലാം ആൾക്കാരും കണ്ടതാണ്. ഓൾറെഡി ഇവർക്ക് അറിയാം. ഇവർ പുറത്ത് വന്ന് ഇതെല്ലാം കണ്ടിട്ടാണ് വീണ്ടും കയറിപ്പോയിട്ട് ഇവരെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരൊരു കാര്യം കൂടെ ചിന്തിക്കണം. ഇതിൻ്റെ ഇടയിൽപ്പെട്ട് ഒരാൾ കൂടെ ഇതിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് അനു എന്ന വ്യക്തിയും കൂടെയാണ് ഇത് ഇരയായിക്കൊണ്ടിരുന്നതെന്നും കൂടെ ഇവർ ചിന്തിക്കണമായിരുന്നു. ഇപ്പം അനുവിനെതിരെ വരുന്ന ഈ പറഞ്ഞിട്ടുള്ള ഡീഗ്രേഡും കാര്യങ്ങളും അത്രയും മോശമായിട്ടുള്ള വേഡ്സുകളാണ്, ചീത്ത വാക്കുകളാണ്. ഇങ്ങനെ ഓരോ ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ അറച്ചു പോകും. ഞാൻ ഉൾപ്പെടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെതിരെ, അതെടുത്ത് കാണിച്ചുകൊണ്ട്. അപ്പോൾ അത്രയൊന്നും ഇവർക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇവർ ഈ കടന്ന് ഇത്രയും വിഷമിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ശൈത്യ ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ, ബിൻസി ആയിക്കോട്ടെ, ഇവരൊക്കെ അനുവിൻ്റെ അടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ കാരണം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഡ്രോമയിലായിരുന്നു, വീട്ടിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള വീട്ടുകാരുടെ സങ്കടങ്ങൾ, കരച്ചിൽ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇവർ പുറത്ത് കറങ്ങിയടിച്ച് നടക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പുറത്ത് വന്നതിന് ശേഷം ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു അല്ലേ? തിരിച്ച് കയറി പോയിട്ടാണ് ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവർ പുറത്തിറങ്ങി വന്നതിന് ശേഷം അവർക്ക് അവരവരെ ഒഫീഷ്യൽ പേജ് ഉണ്ടായിരുന്നല്ലോ, ഇതിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമായിരുന്നു. അതായിരുന്നു വേണ്ടത്. ഇവരാരെങ്കിലും അത് ചെയ്തോ? ഇല്ല. ഇപ്പോൾ അകത്ത് കയറി പോയിട്ട് അനുവിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവർ നിൽക്കുന്നതായിട്ടാണ്, കയറിപ്പോയതായിട്ടാണ്. കാരണം പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കയറിപ്പോയതായിട്ടാണ് എനിക്കിതൊക്കെ കണ്ടപ്പോൾ തോന്നുന്നത് അല്ലേ? കാരണം ഇവർക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ വെളിയിറങ്ങി വന്നിട്ട് അവരുടെ ഒഫീഷ്യൽ പേജിനകത്ത് അവർക്ക് പറയാം, ഇതുപോലെയൊക്കെയാണ്, ഇന്ന പോലെയൊക്കെയാണ് സംഭവങ്ങൾ പറയും. ഇവരെല്ലാം ലൈവ് കണ്ടാണല്ലോ. ഇപ്പം ഇവിടെ അനുവിന് ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു കാര്യങ്ങളും സംസാരിക്കാൻ പറ്റത്തില്ല. പപ്പാനിയുടെ വിഷയമാണെങ്കിലോ ശൈത്യയുടെ വിഷയമാണെങ്കിലോ. കാരണം പുള്ളിക്കാരിക്ക് എന്താ സംഭവം നടന്നതെന്ന് അറിയത്തില്ല. പുള്ളിക്കാരി വെളിയിറങ്ങിയിട്ട് ലൈവ് കണ്ട് എപ്പിസോഡ് കണ്ട് ആരൊക്കെയാണ് ശരി, ആരൊക്കെ എവിടേക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്രതികരിക്കാൻ പറ്റൂ. അല്ലാതെ ഇവിടെ ശൈത്യ പറഞ്ഞ ഉടനെ അനു പ്രേക്ഷകരോടെല്ലാം പറഞ്ഞിട്ട് ഇനി ആരും ശൈത്യം ഇങ്ങനെ വിളിക്കല്ലേ, കട്ടപ്പ എന്ന് വിളിക്കല്ലേ, ശൈത്യം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അനുവിന് എങ്ങനെ പറയാൻ പറ്റും? അനു ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം പുള്ളിക്കാരി വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിന് അഭിപ്രായങ്ങൾ പറയാൻ പറ്റൂ. ശൈത്യം ഇവിടെ അനുവിനെ പിടിച്ചിരുത്തിയിട്ട് കുറേ മണിക്കൂറുകൾ പിടിച്ചിരുത്തിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കട്ടപ്പയല്ലെന്ന് ഓഡിയൻസിനോട് നീ തന്നെ പറയണം എന്നുള്ളൊരു സംഭവമാണ് ശൈത്യ അവിടെ കുറേ നേരം കൊണ്ട് ശ്രമിക്കാൻ നോക്കിയത്. അനുവിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാനാണ് നോക്കിയത്. അങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങൾ ഇത് കളയത്തില്ല. കാരണം ജനങ്ങൾ കണ്ട കാര്യങ്ങളാണ്. ശൈത്യക്ക് അവിടെ എന്താ കാണിച്ചതെന്ന് കണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ആരും അത്ര നല്ല പുള്ളിയൊന്നുമല്ല. എല്ലാവരും അവരവരായിട്ടുള്ള ഗെയിം കളിക്കുന്നുണ്ട്, ഗെയിം കളിച്ചിട്ടുണ്ട്, സ്ട്രാറ്റജി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഈ പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻസുകൾ, ശൈത്യ ആയിക്കോട്ടെ, ബിൻസി ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ, അപ്പാനിയൊക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ അനുവിൻ്റെ പുറമേ നടന്നത് എന്തോ ഒരു ബുള്ളിങ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലും വലൊന്നുമില്ല. അതൊക്കെ ഇവരെ അനുവിൻ്റെ ഫാമിലിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, അച്ഛനും അമ്മയും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അവരൊക്കെ എന്തോ പറയണം, ഇതിനെതിരെ അവരെന്തെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. അപ്പം അവരവർ ചെയ്ത ഫലം, അവരവർ ചെയ്ത കർമ്മം, അതിൻ്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കുക, അതേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും ഇതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പും കൂടെ ചെയ്യുക.